കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ വെറും 3 ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക കേട്ടോ. അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത 5 മാങ്ങകളാണ്. നമുക്ക് ആദ്യം കുറച്ച് കട്ട് പീസാക്കി എടുത്ത് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് മിക്സിയിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായി അടിച്ചെടുക്കണം. ആ അടിച്ചെടുത്തിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നതും കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നന്നായി പഞ്ചസാര പൊടിച്ചത് ചേർത്താൽ മതി. അവനവന്റെ മധുരത്തിനനുസരിച്ച് നമുക്കിത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 200 ml 2 ബോട്ടിൽ എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് കട്ടിയായതിനു ശേഷം കുറേശ്ശെ എടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യുവാൻ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് കണ്ടനിലോട്ടാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത് ആ കണ്ടനിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കട്ട് പീസുകൾ എടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഡിസൈനും കൊടുത്ത് നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ ഐസ്ക്രീം റെഡി. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.